ഗുഡ് മോർണിംഗ്. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ 9th ചാപ്റ്റർ ആയിട്ടുള്ള ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള പാഠമാണ്. അതുകൊണ്ട് ഫോമുലാസ് പഠിച്ചു വെക്കുക. 2-3 ഫോമുലാസ് ഉള്ളത് പഠിച്ചു വെച്ചാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ തരുന്ന ഓരോ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 95+ ഉറപ്പിക്കാം. ക്വസ്റ്റ്യൻ പറയാം. 4, 5 and 8, 11 are coordinates of 2 points on a line. Find the slope of the line, find the equation of the line. സിമ്പിൾ ആണ്. നോക്കാം, നമ്മൾ എപ്പോഴും ആദ്യം തരുമ്പോൾ ലൈൻ വരച്ചിട്ട് നിങ്ങൾ എക്സും വൈയും എല്ലാം അടയാളപ്പെടുത്തിയിടുക. നമ്മുടെ ലൈൻ ഇത് പോയിന്റ്സ് ഏതൊക്കെയാണ്? 4, 5, 8, 11. ഇതാണ് നമ്മുടെ x1, ഇത് y1, ഇത് x2, y2. ഇങ്ങനെ അടയാളപ്പെടുത്തി ഇട്ടേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചത് x1 ആണ് y1 ആണെന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എടുത്തെഴുതുമ്പോൾ നമ്പേഴ്സ് മാറിപ്പോയിട്ട് ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വെറുതെ ഫോമുലാക്കകത്തോട് എടുക്കാം. ഇതാണല്ലോ നമ്മുടെ ഫോമുല ആദ്യം എത്രയാണ്? y2 എത്രയാണ്? y2 11 ആണ്. y2 11 മൈനസ് അടുത്ത y1 എത്രയാണ്? 5 ബൈ x2 എത്രയാണ്? 8. ഇനി x1 എത്രയാണ്? 4. സിമ്പിളായിട്ട് ഇതൊന്ന് മൈനസ് ചെയ്ത് എത്ര വരും? 6/4. 6ഉം 4ഉം 2ന്റെ മൾട്ടിപ്ലൈ ആണ്. ഇതിനെ ഒന്ന് ചെറുതാക്കുമ്പോൾ എത്ര വരും? 2 ഉണ്ടല്ലേ? 3. ആൻസർ 3/2. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. കണ്ടോ? 2 വർക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇക്വേഷൻ ആണ്. ഇക്വേഷന് ഫോർമുല ഉണ്ട്. x minus x1 by y minus y1 is equal to y2, തിരിഞ്ഞുപോയി, ഫോർമുല തിരിഞ്ഞുപോയി. y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. ഇതാണ് ഫോർമുല. നേരിട്ട് നമുക്ക് വാല്യൂസ് കൊടുക്കാം ഇതിലേക്ക്. നോക്കി എത്രയാണ്? ഇന്നത്തെ y ഉണ്ടോ? നമുക്ക് y ഇല്ല. x1 y1 മാത്രമേ ഉള്ളൂ. x2 y2. ഇപ്പോൾ y ഇട്ട് തന്നെ കിടക്കട്ടെ. y മൈനസ് y1 എത്രയാണ്? 5 ബൈ x മൈനസ് x1 എത്രയാണ്? 4 is equal to y2. 11 മൈനസ് അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. y2 മൈനസ് നമുക്ക് നേരെ ഇതിൻ്റെ ആൻസർ വേണം എടുത്തെഴുതിയാലും മതി. എന്നാലും ഞാനിവിടെ ചെയ്തിടുവാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ നേരിട്ട് ഈ വാല്യൂ നിങ്ങൾക്ക് നേരിട്ട് എടുത്തെഴുതാം. 11/5 ബൈ എത്ര വരും? 8 മൈനസ് 4 അല്ലേ? ബൈ x2 മൈനസ് x1. കൂടുതലൊന്നും പറയണ്ട. x1 x2 എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് നോക്കിയേ, y മൈനസ് 5 ബൈ x മൈനസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? ഈ പറഞ്ഞ പോലെ 6/4 വരും. നമ്മളതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 3/2 എന്ന് വന്നു. അതായത് y മൈനസ് 5 ബൈ x മൈനസ് 4 ഇസ് ഈക്വൽ ടു 3/2. നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണമല്ലോ ഇതിനകത്തുനിന്ന്. അതിനുവേണ്ടി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതായത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതുവരെ ഇങ്ങോട്ട് പോവുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. ഇനി ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഇപ്പുറത്തെ സൈഡിൽ ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ 2 എന്തായിട്ട് മാറും? ഇവിടെ 2 എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്യുവാണ്. അതായത് 3/2 എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം 2 കൊണ്ട് ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പം ഇവിടെ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും. 2 ഇവിടെ വരുമ്പോൾ എന്നാകും? മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പം നമുക്ക് എഴുതാം 2 ഇൻറ്റു y മൈനസ് 5 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അർത്ഥം. ഈസ് ഈക്വൽ ടു ഇനി 3 ഇവിടുന്ന് x മൈനസ് 4 ആണ്. ഈ x മൈനസ് 4 ഇവിടെ ഡിവിഷനാണ്. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്നാകും? മൾട്ടിപ്ലിക്കേഷൻ. x മൈനസ് 4 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഈ കിടക്കുന്ന ഓരോന്നിനെയും കൊണ്ടും ഈ 2 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോന്നിനെയും ഇൻറ്റു ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സൈനുകളെല്ലാം പ്ലസ് ഓർ മൈനസ് അതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചെഴുതണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് 2 ഇൻറ്റു y 2y. ഇനി മൈനസ് കണ്ടോ? 2 ഇൻറ്റു മൈനസ് 5. അപ്പോൾ എത്ര വരും? -10. അതായത് ഇത് പ്ലസ് സൈന്, ഇത് മൈനസ് സൈൻ. ഇത് 2ന് പ്ലസ് സൈനാണ്, 5ന്റെ സൈൻ തന്നെയാണ്, മൈനസ് ആണ്. ഒരു പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്താൽ എന്നാ വരും? ഒരു പ്ലസും മൈനസും കൂടെ ഇൻറ്റു ചെയ്താൽ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഞാൻ പഠിപ്പിക്കും കുട്ടികൾക്ക് ഇതുപോലെ, കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ എഴുതിയിട്ട് കൊടുക്കും. കാരണം ഒരിക്കലും മറക്കരുത്, ഒരു പ്ലസും ഒരു മൈനസും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആൻസർ വരുന്നത് മൈനസ് ആയിരിക്കും. ഒരു മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നായിരിക്കും? പ്ലസ്.
പ്ലസിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത് പ്ലസ് തന്നെയായിരിക്കും. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ചെയ്തേ 3 ഇൻറ്റു എക്സ് 3x, ഇനി 3 ഇൻറ്റു -4 കണ്ടോ, ഒരു പ്ലസ് ഒരു മൈനസ്, രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര വരും? -12 ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ആക്കണം. അതായത് എക്സും വൈയും എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ ഈ എക്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല, കാരണം എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വന്നാൽ ഇവിടെ ഈ 3x പ്ലസ് അല്ലായിരുന്നു, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് വന്നു? മൈനസ് ആയിട്ട് വന്നു. പിന്നെ അത് പ്ലസ് ആക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം? അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഈ വാല്യൂസിനെ എല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 3x, ഇവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവിടെ 0 ഉള്ളൂ കേട്ടോ. 3x, ഇനി ആദ്യം 2y കൊണ്ടുപോകാം. 2y ഇവിടെ പ്ലസ് 2y ആണ്, ഇസ് ഈക്വൽ ടു പ്ലസ് അല്ലേ ഇത്, ഇസ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ അത് എന്നായിട്ട് മാറും? -2y. ഇനി ഒരാൾ ഇവിടെ കിടപ്പുണ്ട്, ആരാ? -12 കിടപ്പുണ്ട്. ഇവിടുന്ന് -10 അപ്പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ മൈനസ് ആണ്, ഇസ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ അത് ആരായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇത് നമുക്ക് ചെയ്യാം, അടുത്ത് ചെയ്യാം. 0 ഇസ് ഈക്വൽ ടു എന്നാ പറഞ്ഞേ? 3x -2y. ഇവിടെ ശ്രദ്ധിച്ചേ, -12ഉം +10ഉം. ഇവിടെ പ്ലസ്, ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞു, സൈൻ വരുന്നതിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലാർജർ സൈൻ. ഓക്കെ, കേട്ടോ, ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. സബ്ട്രാക്ട് ചെയ്തേ, 12ൽ നിന്ന് 10 പോകെ എത്ര? 12ൽ നിന്ന് 10 പോകെ 2 ആണ്. ഇതിലാരാ വലുത്? 12 അല്ലേ വലുത്. അപ്പൊ അതിന്റെ സൈൻ എന്നാണ്? മൈനസ്. അപ്പൊ എത്ര വരും? -2. ഞാൻ ഇക്വേഷൻ തിരിച്ചെഴുതുവാണ് നേരെ. 3x -2y -2 ഇസ് ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ ഇടുക. ഇനി 2 മൈനസ് സൈൻ ആണ് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൈനസ് സൈൻ കൊടുക്കുക. ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. 2 പ്ലസ് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് സൈൻ കൊടുക്കുക. ഇത്രയൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഈ സൈനൊക്കെ കൊടുക്കുന്നത് മാറരുത് കേട്ടോ. അത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സിമ്പിളാണ്. 2ന്റെ ഫോർമുല കൊടുക്കുക, വാല്യൂസ് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഭാഗം വരുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സിമ്പിളാണ്, ചെയ്ത് നോക്കണം. 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് ഫോർമുലയും പഠിച്ചു കഴിഞ്ഞാൽ മറക്കത്തില്ല. ഓക്കെ, ഗുഡ് ലക്ക്.